കീം 2024 ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ് ഇതിൽ പറയുന്നത്. സോ ഇതിൽ പഴയ സിലബസിൻ്റെതാണ് പറയുന്നത്. ഇത് നോക്കിയിട്ട് പഠിക്കാം. ഫിസിക്സിൽ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് 2 ക്വസ്റ്റ്യൻസ് വരും. പിന്നെ മെക്കാനിക്സിൽ മോഷൻ ഇൻ 1Dയും 2Dയിലും 4 to 6 ക്വസ്റ്റ്യൻസ് വരും. വർക്ക് എനർജി പവറിൽ 1 to 2 ക്വസ്റ്റ്യൻസേ വരൂ. ലോസ് ഓഫ് മോഷനിൽ 5 to 7 ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അത് നല്ലോണം പഠിക്കണം. ഗ്രാവിറ്റേഷനിൽ 1 to 2 ക്വസ്റ്റ്യൻ. പിന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് സോളിഡും ഫ്ലൂയിഡും 2 ചാപ്റ്ററും കൂടി കൂടിയിട്ട് 4 to 6 ക്വസ്റ്റ്യൻസ് വരും. അതും ജസ്റ്റ് ഒന്ന് പഠിക്കാം. ഓസിലേഷൻ ആൻഡ് വേവ്സ് 2 കൂടി 3 to 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പിന്നെ കൈനറ്റിക് തിയറി, തെർമൽ പ്രോപ്പർട്ടി, തെർമോഡൈനാമിക്സ് എന്നൊക്കെ 3 കൂടി 6 ആയിരിക്കും. 2 ക്വസ്റ്റ്യൻസ് ചെയ്തായിരിക്കും വരുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 എന്ന് മാത്രം 8 to 9 ക്വസ്റ്റ്യൻസ് വരും. പിന്നെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം 2 ചാപ്റ്ററിനും കൂടി 8 to 10 ക്വസ്റ്റ്യൻസ് വരും. പിന്നെ കപ്പാസിറ്റൻസ് 4 to 5 ക്വസ്റ്റ്യൻസ് വരും. സോ ഏറ്റവും നല്ലോണം പഠിക്കേണ്ടത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 ആണ്. പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റിന്ന് 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. റേ ഓപ്റ്റിക്സ് 2 to 3യും വേവ് ഓപ്റ്റിക്സ് 1 to 2. അപ്പോൾ വേവ് ഓപ്റ്റിക്സ് പഠിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്നാണ്. പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക്സ് കളയരുത്. പിന്നെ സെമി കണ്ടക്ടറിന് 2 to 3 വരും. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇല്ല. സോ 2 to 3 സെമി കണ്ടക്ടർ മാത്രം നോക്കിയാൽ മതി. പിന്നെ ഡുവൽ നേച്ചർ, ന്യൂക്ലിയർ, ആറ്റംസ് 6 to 7 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഡുവൽ നേച്ചറിന് 2 to 4ഉം ന്യൂക്ലിയർ 1 to 2, ആറ്റംസിന് 2 to 3 ക്വസ്റ്റ്യൻസ് വരും. പിന്നെ കെമിസ്ട്രി ആണ്. കെമിസ്ട്രി കെമിക്കൽ ബോണ്ടിങ്ങിൽ 4 ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അത് നല്ലോണം പഠിക്കണം. അതൊരു സിമ്പിൾ ചാപ്റ്ററാണ്. ഇക്വിലിബ്രിയം, തെർമോഡൈനാമിക്സ് കൂടിയിട്ട് 5 ക്വസ്റ്റ്യൻസ് ആണ്. കെമിക്കൽ കൈനറ്റിക്സിന് 3, ഇലക്ട്രോ കെമിസ്ട്രി 3, D&F 5 വരുന്നുണ്ട്. സോ D&F നല്ലോണം പഠിക്കണം. പിന്നെ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിക്ക് 3 ക്വസ്റ്റ്യൻസ് വരും. പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട് 3, ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡും ഹാലോ ആൽക്കെയിൻസ്, അരീൻസും അമൈൻസും ഒക്കെ കൂടി 3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പിന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റവും സം ബേസിക് 3 ക്വസ്റ്റ്യൻസ്. ബയോമോളിക്യൂൾ 2 ക്വസ്റ്റ്യൻസ്. പോളിമർ നിങ്ങൾക്കില്ല. സൊല്യൂഷൻ 2, മെറ്റലർജും സോളിഡ് സ്റ്റേറ്റും നിങ്ങൾക്കില്ല. പിന്നെ മാത്സിൽ സെറ്റ്സും റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ അതിൽ നിന്ന് 6 to 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ സെറ്റ്സും റിലേഷൻ ആൻഡ് ഫംഗ്ഷനും നല്ലോണം പഠിക്കണം. പിന്നെ ഡിഫറൻഷ്യൽ കാൽക്കുലേഷൻ, അതായത് ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യബിലിറ്റിയും പിന്നെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നും കൂടി 15 to 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിക്കണം. എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. ഇൻ്റഗ്രൽസും അതിൻ്റെ ആപ്ലിക്കേഷനും 10 to 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതും പഠിക്കാം. ഇത് രണ്ടും കണക്ട് ചെയ്താൽ പഠിക്കാൻ പറ്റുന്നതുകൊണ്ട് അത് രണ്ടും നല്ലോണം പഠിക്കുക. ഡിഫറൻഷ്യൽ ഇക്വേഷന് 3 to 4, ട്രിഗ്നോമെട്രി 7 to 10 ഉണ്ട്. സോ ട്രിഗ്നോമെട്രിയും നല്ലോണം നോക്കണം. പിന്നെ 2 dimensional ജിയോമെട്രി, അതായത് സെക്ഷനും അതായത് സ്ട്രെയിറ്റ് ലൈനും കോണിക് സെക്ഷനും കൂടി 13 to 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് രണ്ടും നല്ലോണം നോക്കുക. സീക്വൻസ് ആൻഡ് സീരീസ് 6 to 7, അതായത് ഒരു സിംഗിൾ ചാപ്റ്ററിന് 6 to 7 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷനും ബൈനോമിയൽ തിയറത്തിനും കൂടും 6 to 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ കോംപ്ലക്സ് നമ്പർ 7 to 8 ഉണ്ട്. സോ കോംപ്ലക്സ് നമ്പറും നല്ലോണം നോക്കണം. മെട്രിക്സ് ഡിറ്റർമിനൻ്റ് 5 to 6, പ്രോബബിലിറ്റി 5 to 6, പ്രോബബിലിറ്റി മാത്രം 5 to 6 ഉണ്ട്. വെക്ടർ 7 to 8 ഉണ്ട്. അത് വെക്ടർ കുറച്ചും കൂടി സിമ്പിൾ ആയതുകൊണ്ട് 7 to 8 ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാൻ പറ്റും. 3 dimensional ജിയോമെട്രി 7 to 8 ഉണ്ട്. പിന്നെ ലീനിയർ ഇനിക്വാലിറ്റി, മാത്തമാറ്റിക്കൽ റീസണിങ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ലീനിയർ പ്രോഗ്രാമിംഗ് ഇതൊക്കെ കൂടി 4 to 5 ഉള്ളൂ. സോ 10 ദിവസം വി ഹാവ് 10 days ആൻഡ് ആ 10 days സ്റ്റഡി ടൈം ടേബിളാണ്. ജസ്റ്റ് ഈ വെയിറ്റേജ് കൂടെ ചാപ്റ്ററിന് പ്രയോറിറ്റി കൊടുത്തിട്ട് Day 1 ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1ഉം 2ഉം പഠിക്കുക. പിന്നെ കെമിക്കൽ ബോണ്ടിങ്ങും കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യബിലിറ്റി, കോർഡിനേഷൻ കോമ്പൗണ്ട്. Day 2 ലോസ് ഓഫ് മോഷൻ, ഡുവൽ നാച്ചർ, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി, ഇൻ്റഗ്രൽ, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രലും കെമിക്കൽ കൈനറ്റിക്സും. പിന്നെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ഇക്വിലിബ്രിയം, തെർമോഡൈനാമിക്സ്, സീക്വൻസ് ആൻഡ് സീരീസും കോംപ്ലക്സ് നമ്പറും. Day 4 മോഷൻ ഇൻ 1D, മോഷൻ ഇൻ 2D, D&F, സെറ്റ്സ്, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, ബൈനോമിയൽ തിയറം. Day 5 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ്, പിന്നെ ആൽക്കൈൽ ഹാലൈഡ്, ആൽക്കഹോൾ, ഫിനോൾ ആൻഡ് ഈതർ, സ്ട്രെയിറ്റ് ലൈനും കോണിക് സെക്ഷനും. Day 6 ആറ്റംസ്, ന്യൂക്ലിയർ, ആൽഡിഹൈഡ് കീറ്റോണും അമൈൻസും, ഡിറ്റർമിനൻ്റ് ആൻഡ് മെട്രിക്സും. Day 7 ഓസിലേഷൻ, വേവ്സ്, സം ബേസിക് കൺസെപ്റ്റ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി. Day 8 കറണ്ട് ഇലക്ട്രിസിറ്റി, തെർമോഡൈനാമിക്സ്, ഇലക്ട്രോ കെമിസ്ട്രി, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, തെർമൽ പ്രോപ്പർട്ടി. തെർമോഡൈനാമിക്സ് ഫിസിക്സിലെ തെർമോഡൈനാമിക്സ് ആണ്. പിന്നെ Day 9 റേ ഒപ്റ്റിക്സ്,
സെമി കണ്ടക്ടർ, സൊല്യൂഷന്, ബയോമോളിക്യൂള്, വെക്ടർ, 3 ഡയമെൻഷണൽ ജോമെട്രി. ഇതിൽ ട്രിഗ്നോമെട്രി പറയാൻ മറന്നു വെച്ചിട്ടുണ്ട്. സോ ട്രിഗ്നോമെട്രി ഒരു ദിവസം ഞങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ. ട്രിഗ്നോമെട്രി ഡേ 10 വർക്ക് എനർജി, പവർ, വേവ് ഒപ്റ്റിക്സ്, ഗ്രാവിറ്റേഷൻ, ലീനിയർ ഇനിക്വാളിറ്റി, ലീനിയർ പ്രോഗ്രാമിംഗ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. സോ കുറച്ച് ചാപ്റ്റർ ഞാൻ വിട്ടുപോയിട്ടുണ്ട്, അത് നിങ്ങൾ ആഡ് ചെയ്യുക. ട്രിഗ്നോമെട്രി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, മറന്നുപോയി. സോ വർക്ക് ഹാർഡ്, എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈ 10 ദിവസം കൊണ്ട് നല്ലോണം ഇരുന്ന് പഠിക്കാം. താങ്ക് യു.